ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. രേവതിയുടെ അനിയന്റെ ബർത്ത്ഡേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ടും രേവതി പോയല്ലോ. ആ സങ്കടത്തിൽ നമ്മുടെ സച്ചി കുടിച്ചിട്ടാണ് കേട്ടോ അന്ന് ദിവസം രാത്രി വരുന്നത്. സച്ചിയുടെ വിഷമം കൊണ്ടാണ് കുടിച്ചതെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് സച്ചിയെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല രേവതി. സച്ചി വന്ന ഉടനെ തന്നെ പറയുന്നുണ്ട്, സച്ചിയേട്ടാ നിങ്ങൾ പറഞ്ഞിട്ടും ഞാൻ കേൾക്കാതെ പോയി, എന്തുകൊണ്ടാണ് ഞാൻ പോയെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും, അയ്യോ നീ എൻ്റെ അടുത്ത് കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല, അല്ലെങ്കിലും ഞാൻ ആരാണ്, ഞാൻ വേറൊരു പൊട്ടനാണ്. സച്ചി കിടന്ന് ഒച്ചയെടുക്കുന്നത് കാണുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ട ഒച്ചയെടുക്കല്ലേ എന്ന്. ശരി, ഞാൻ എന്തായാലും ഒച്ചയെടുക്കുന്നില്ല. എന്തായാലും നീ പറഞ്ഞത് ഞാൻ കേൾക്കും, ഞാൻ പറഞ്ഞത് നീ കേൾക്കില്ലല്ലോ. ഞാൻ അറിയാത്തതുകൊണ്ട് രേവതി ഒരു കാര്യം ചോദിക്കുകയാണ്, ഇതിനു മുമ്പ് നിന്റെ അടുത്ത് എന്തെങ്കിലും ചെയ്യരുതെന്നോ പോകരുതെന്നോ ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ ഈ ഒരു തവണ മാത്രമല്ലേ നിന്റെ അടുത്ത് പോകരുതെന്ന് പറഞ്ഞുള്ളൂ. അത് കേൾക്കാതെ നീ അവൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന മട്ടിലല്ലേ ഓടിപ്പോയത്. അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി നീ എന്നെ എത്രത്തോളം മതിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ഇല്ല സച്ചേട്ടാ, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും കുടിച്ചിട്ട് നാക്കൊന്നും ശരിയാവുന്നില്ല കേട്ടോ, ആടിക്കുഴഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. എനിക്കത് എന്തോരം നാണക്കേടാ എന്നുള്ള കാര്യം നിനക്കറിയോ? ദാ ഇവിടെ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഭാര്യ എൻ്റെ വാക്ക് മേരി പോകില്ല എന്ന്. പക്ഷേ ഞാൻ അവിടെ ചെന്ന് നിന്ന സമയത്ത് നീ അവിടെ സന്തോഷമായിട്ട് നിന്റെ അനിയൻ്റെ പിറന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു സച്ചേട്ടാ. ഇപ്പം ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളത് മനസ്സിലാക്കാനുള്ള ഒരു സിറ്റുവേഷനിലല്ല ഉള്ളത്. പിന്നെ നിങ്ങളുമായിട്ട് വെറുതെ സംസാരിച്ചിട്ട് അടി ഉണ്ടാക്കാനുള്ള ശേഷിയും എനിക്കില്ല. എന്തായാലും ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, എന്നോട് ക്ഷമിക്കണം. സച്ചേട്ടനൊരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് അവിടെ പോവാതിരിക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നു. കാരണം എൻ്റെ അനിയനോട് എനിക്കുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ അപ്പം നിനക്ക് നിന്റെ ഭർത്താവിനോട് സ്നേഹമില്ലേ? അതല്ല സച്ചേട്ടാ, എൻ്റെ അനിയൻ്റെ പിറന്നാളിന് ഞാൻ എങ്ങനെ പോവാതിരിക്കുക? അവൻ അച്ഛനില്ലാത്തൊരു കുട്ടിയല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഉടനെ തന്നെ നീ അത് പറഞ്ഞു തുടങ്ങിക്കോ. ഈ ലോകത്തെ എന്തോരം പിള്ളേരുണ്ട് അച്ഛനില്ലാത്തത്, അവരൊക്കെ നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുന്നുണ്ട്. എന്നാൽ ഇവൻ തലഞ്ഞെറിഞ്ഞ് പോയല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് മാത്രം സച്ചേട്ടൻ അവരെ വെറുക്കാൻ എന്താണ് കാര്യം എന്ന് ചോദിക്കാണ് കേട്ടോ രേവതി. അതൊക്കെ ഇപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ പോരുതെന്ന് പറഞ്ഞിട്ടും നീ പോയില്ലേ? അമ്മയും അനിയത്തിയും ശരത്തും എല്ലാവരും വിളിക്കുന്ന സമയത്ത് സച്ചിയേട്ടാ ഞാൻ എങ്ങനെ പോകാതിരിക്കുക? നീ ശരത്തിന്റെ പെങ്ങളായിട്ട് പോയി, പക്ഷേ സച്ചിയുടെ ഭാര്യയായിട്ട് നീ പോകാൻ പാടില്ലായിരുന്നു. ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൂടെ? നിനക്ക് അനിയനോടുള്ള സ്നേഹമാണ് കൂടുതൽ, ഭർത്താവിനോട് സ്നേഹമില്ല. ഭർത്താവ് വേണ്ട, വെറും അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കുടിച്ചിങ്ങനെ കൂത്താടിയിട്ട് ആ ഒരു വിഷമം തന്നെ ഇങ്ങനെ വീണ്ടും 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 സച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. രേവതി എന്തൊക്കെ പറഞ്ഞിട്ടും സച്ചിക്ക് അങ്ങോട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. അവസാനമായിട്ട് രേവതി പറയുന്നുണ്ട്, കല്യാണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമ്മ, അനിയത്തി, അനിയൻ ആരും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഭർത്താവിൻ്റെ വീട് മാത്രമല്ലേ? പെണ്ണായി ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് വീട്ടുകാരുടെ നടുവ് കിടന്നിട്ട് കഷ്ടപ്പെടുക ചെയ്യുന്നത്. ഒരിക്കലും പെണ്ണായിട്ട് ജനിക്കാൻ വേണ്ടി പാടില്ലായിരുന്നു എന്നൊക്കെ പ്രാഗിക്കൊണ്ട് പറയുന്ന രീതിയിൽ രേവതി ഇങ്ങനെ പറയുവാണേ. മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നുമല്ല ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞത്, നിൻ്റെ അനിയൻ്റെ പിറന്നാളിന് പോകരുത്, അവനോട് മിണ്ടരുത്, അവനുമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകരുതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ നീ എൻ്റെ വാക്ക് കേൾക്കാതെ പോയി. അല്ലെങ്കിലും ഞാൻ നിനക്ക് ആരാണ്? പക്ഷേ എനിക്ക് നീ അങ്ങനെയല്ല, നിന്നെ ഞാൻ അത്രയ്ക്ക് മുകളിൽ കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ നിനക്ക് ഞാൻ വെറും തറ എന്ന് പറഞ്ഞിട്ട് തറയിലങ്ങ് വീഴുന്നൊക്കെ ഉണ്ട്. അങ്ങനെ തറയിൽ ഇരുന്നു കൊണ്ട് പറയുന്നുണ്ട്, നിന്റെ അനിയനാണ് നിനക്ക് വലുത്, അവൻ വലിയ കോളേജിൽ പഠിപ്പൊക്കെ പഠിക്കുന്നവനല്ലേ. പക്ഷേ ഞാൻ ആരാന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും കുടിച്ചിട്ട് വന്നിട്ട് എന്ത് തോന്നിയസം പറയുന്നതാണോ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. കുടിച്ചിട്ട് വന്നാലും കുടിക്കാണ്ട് വന്നാലും സച്ചി പറയേണ്ടതൊക്കെ പറയേണ്ട സമയത്ത് പറയുന്നൊക്കെ പറയും. സച്ചേട്ടൻ എന്ത് വർത്താനായി പറയുന്നത്? ഞാൻ അച്ഛനെ വിളിക്കട്ടെ, ഇപ്പം അച്ഛൻ കിടക്കാൻ വേണ്ടി പോയതേ ഉള്ളൂ, പോയി വിളിച്ചുണർത്തട്ടെ. അത് കേട്ട സച്ചി തറയിൽ നിന്ന് എഴുന്നേറ്റിട്ട്, നീ എൻ്റെ അച്ഛൻ്റെ ഉറക്കം കിടത്താൻ വേണ്ടി പോവുകയാണോ? എൻ്റെ അച്ഛൻ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? ആദ്യം നീ എൻ്റെ മനസ്സ് വേദനിപ്പിച്ചു, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിപ്പിക്കാനാണോ നീ പോകുന്നത്? നീ എൻ്റെ വാക്ക് കേൾക്കില്ല, അതുകൊണ്ട് ഞാൻ ഇനി നിന്റെ വാക്കും കേൾക്കില്ല, ഇനി ഞാൻ കുടിച്ചിട്ടേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പോയതിനെ കുറിച്ച് വീണ്ടും വീണ്ടും കാര്യങ്ങൾ പറഞ്ഞിട്ട് സച്ചി ഒരു വിധത്തിൽ ബെഡിൽ പോയി കിടന്നുറങ്ങുന്നുണ്ടേ. ഈ രംഗങ്ങളെല്ലാം ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ കാണുവാണേ. സച്ചി കിടന്നു ഉറങ്ങി എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ചന്ദ്ര രേവതിക്ക് അരികിലേക്ക് വരുവാണേ. ചന്ദ്രയുടെ ആ വരവ് കാണുമ്പോൾ തന്നെ രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായോ? അമ്മ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടന്നില്ലേ? ഇത് കേട്ട ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ സച്ചി ഇങ്ങനെ അവിടെ പോയിട്ട് ഒരു നോട്ടം നോക്കിയിട്ട്, ഇനി ഞാൻ കുറച്ചും കൂടി പ്രതീക്ഷിച്ചിരുന്നു,
ഇത് കുറച്ച് കുറവാണ്. എങ്കിലും കുഴപ്പമില്ല, ഇപ്പോഴെങ്കിലും അവന് നിന്നെക്കുറിച്ച് മനസ്സിലായല്ലോ. എന്താണ് കുറച്ച് നാളായിട്ട് കുടിക്കാതെ വരുന്നെന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പഴയതുപോലെ തന്നെയായി. അതും നീ കാരണം. ഇപ്പോ എനിക്ക് എന്താ തോന്നുന്നുള്ള കാര്യം അറിയോ? സന്തോഷം കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഹൽവ കഴിക്കാനാ തോന്നുന്നത്. സ്വന്തം മകൻ കുടിച്ചിട്ട് വന്നിട്ട് സന്തോഷപ്പെടുന്ന ഒരമ്മയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് രേവതി ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട് ചന്ദ്രയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് അവിടുന്ന് ഒന്നും മിണ്ടാതെ അങ്ങ് പോവാണേ. അങ്ങനെ രേവതി അവിടെ വിഷമിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ കാണിക്കുന്നത് രേവതി കുളിയൊക്കെ കഴിഞ്ഞിട്ട് പൂജാമുറി വിളക്കൊക്കെ കത്തിച്ചിട്ട് പുറത്തേക്ക് വന്ന് നോക്കുമ്പോഴും സച്ചി നല്ല ഉറക്കമാണേ. തുടർന്ന് രവിയാണെങ്കിൽ മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോഴേക്കും രേവതി കോഫി കൊണ്ടേ കൊടുക്കുവാണേ. സച്ചി കിടക്കുന്നത് കാണുമ്പോൾ അവൻ എപ്പോഴാണ് ഇന്നലെ രാത്രി വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛൻ പോയി കിടന്ന് കുറച്ച് സമയത്തിനകം തന്നെ വന്നു. എന്തായാലും രേവതി, ഇപ്പോഴാണ് എനിക്ക് അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സമാധാനം. പണ്ടൊക്കെ അവൻ എപ്പോഴാണ് രാത്രിയിൽ കയറി വരിക എന്നുള്ള കാര്യം അറിയില്ല. അവനെ നോക്കിയിട്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുമായിരുന്നു. എപ്പോ എന്ത് പ്രശ്നമായിട്ടാ കയറി വരിക എന്നുള്ള കാര്യമൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും കല്യാണം കഴിഞ്ഞതിന് ശേഷം അവന് ഒരുപാട് മാറ്റമുണ്ട്. നീ അവന് മാറ്റി. അത് രവി ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ പറയുന്നത്. പക്ഷേ സച്ചി ഇന്നലെയും കുടിച്ചിട്ടാ വന്നതെന്നുള്ള കാര്യം രവിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. തുടർന്ന് പെട്ടെന്നാണ് കേട്ടോ സച്ചി അങ്ങ് എഴുന്നേക്കുന്നത്. നേരം ഒരുപാടായല്ലോ. ലേറ്റ് ആയിട്ട് എണീക്കുന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട്. വേഗം തന്നെ എണീറ്റ് ഇങ്ങനെ തലകുനിച്ച് അങ്ങനെ പോകുമ്പോൾ സച്ചിയുടെ അടുത്ത് രവി ചോദിക്കുന്നുണ്ട്, ഇന്നലെ രാത്രി ലേറ്റ് ആയിട്ടാണോ വന്നതെന്ന്. അതേ അച്ഛ, ഇന്നലെ ഒരു ട്രിപ്പ് കഴിഞ്ഞ് ലേറ്റ് ആയി പോയി എത്താൻ വേണ്ടിയിട്ട്. ശരി, മുഖം കഴുകിയിട്ട് ചായ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പറഞ്ഞു വിടുവാണ്. അപ്പോഴേക്ക് രേവതി ചായയായിട്ട് വരുന്നുണ്ട്. പക്ഷെ രേവതിയെ മൈൻഡ് ചെയ്യാതെ സച്ചി അങ്ങ് മുഖം കഴുകാൻ വേണ്ടി പോവാണേ. മുഖം കഴുകി തിരിച്ചു വരുമ്പോൾ ഇതാ സച്ചിയുടെ ചായ എന്ന് പറഞ്ഞ് നീട്ടുന്നുണ്ടേ. എനിക്ക് വേണ്ട, കോഫി എടുത്തോണ്ട് വേണമെന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ടെന്ന് പറയണേ. ഭർത്താവിന്റെ വാക്ക് കേൾക്കാതെ ഇഷ്ടത്തിന് തോന്നിയ പോലെ നടക്കുന്ന ഭാര്യമാരുള്ള ഭർത്താക്കന്മാർക്ക് രാവിലെ ചായയും കാപ്പിയല്ല, കുറച്ച് ചാരായം ഉണ്ടെങ്കിൽ അത് എടുത്തോണ്ട് വാ എന്നാണ് രേവതിയുടെ അടുത്ത് പറയുന്നത്. ചായ കുടിക്കാതെ സച്ചി അങ്ങ് പോകുന്നത് കാണുമ്പോൾ എന്താടാ നീ ചായ കുടിക്കുന്നില്ലെന്ന് ചോദിക്കുകയാണേ. ഇല്ല അച്ഛാ, ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോവാണ്. അപ്പോഴേക്കും ചന്ദ്ര എഴുന്നേറ്റ് വരുന്നുണ്ട്. വന്ന ഉടനെ തന്നെ രേവതി ചായ എടുത്തോണ്ട് വാ എന്ന് പറയാണ്. സച്ചിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ചായ കൊണ്ടുപോയിട്ട് ചന്ദ്രയ്ക്ക് കൊടുക്കുവാണേ. സച്ചി കുളിക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോയതാണല്ലോ. പോക്കറ്റിൽ നിന്ന് കാറിന് ചാവി എടുത്തിട്ട് ബെഡിനകത്ത് ഇട്ടിട്ട് തോർത്തും എടുത്തിട്ട് കുളിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതിന്റെ പുറകെ തന്നെ നമ്മുടെ രേവതിയും ചെല്ലുന്നുണ്ട്. എന്നിട്ട് കാറിന് ചാവി എടുത്തിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇന്ന് ഇദ്ദേഹത്തിന് ഒരു പണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോഴേക്കും ചന്ദ്രയും അതുപോലെ തന്നെ രവിയും ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഗ്ലാസ് എടുത്തിട്ട് നേരെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. സച്ചിയാണെന്നുണ്ടെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കാറിന് ചാവി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ഒന്നും കാണുന്നില്ല. ചാവി ഞാൻ ഇവിടെ വെച്ചതുപോലെയാണല്ലോ, കാണുന്നില്ലല്ലോ. ഇനിയിപ്പോ എവിടെയായിരിക്കും, പുറത്തായിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് സച്ചി ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ രവി ശ്രദ്ധിക്കുന്നുണ്ട്. രേവതിയാണെന്നുണ്ടെങ്കിൽ ഒന്നും അറിയാത്ത മട്ടില് അവിടെ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. നീ എന്താണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് രവി ചോദിക്കുമ്പോൾ അച്ഛാ, കാറിന്റെ ചാവി എവിടെ വെച്ചതെന്നുള്ള കാര്യം അറിയില്ല. സാധാരണ എവിടെ വെക്കാറ്, അവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ, ഞാന് ഇവിടെ വെച്ചതുപോലെയാണ് എനിക്ക് ഓർമ്മ എന്ന് പറയുമ്പോഴേക്കും രാത്രിയിൽ നീ സ്വബോധത്തോടു കൂടിയല്ലേ വന്നതെന്ന് ചോദിക്കാൻ കേട്ടോ രവി. അത് കേട്ട ഉടനെ തന്നെ നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. തുടർന്ന് കിട്ടിയ അവസരല്ലേ ചന്ദ്ര അങ്ങ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിലും ഇവൻ എന്നാണ് സ്വബോധത്തിൽ വന്നുകൊണ്ടിരുന്നത്. ഇന്നലെ രാത്രി നിങ്ങൾ പെട്ടെന്ന് കിടന്ന് ഉറങ്ങിയത് കൊണ്ടാണ് ഇവിടെ കിടന്ന് ഒച്ചവിളി നായാട്ടുമായിരുന്നു. തുടർന്ന് രേവതി പറഞ്ഞു വിളിക്കുന്നുണ്ട്. രേവതി അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും അവൻ എന്താ ചാവിയൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ അവൻ എങ്ങനെയാ വന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഞാൻ സാധാരണ പോലെ തന്നെ പടി കയറിയിട്ടാ വന്നതെന്ന്. സച്ചി, ഞാൻ നിന്റെ അടുത്തല്ല ചോദിച്ചത്, രേവതിയുടെ അടുത്താണ്. അച്ഛന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ സച്ചി ഇങ്ങനെ മൂങ്ങിയ പോലെ മുഖം പിടിച്ചിരിക്കുവാണേ. അവന്റെ മുഖം കണ്ടാൽ തന്നെ അറിയില്ലേ, മൂങ്ങിയ പോലെ നിൽക്കുന്നത് കണ്ടില്ലേ. സാധാരണ വരുന്നത് പോലെ തന്നെ കാല് തറയിൽ ഉറയ്ക്കാതെ വന്നത്. നീ എന്താടാ ഇന്നലെ കുടിച്ചിട്ടാണോ വന്നത് എന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത് അച്ഛ, അത് ഇന്നലെ ലൈറ്റ് എന്നുള്ള കാര്യം പറയാണേ. നിന്റെ ലൈറ്റ് എന്താന്നുള്ള കാര്യം എനിക്കറിയില്ലേ. ആ നാശശീലം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ. നിന്റെ അടുത്ത് ഞാൻ കുടിക്കരുത് എന്നുള്ള കാര്യം പറയുന്നതല്ലേ. ഒരു ദിവസം നല്ലതാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്യുന്നു. ചാവി പോലും എവിടെ വെച്ചതെന്നുള്ള കാര്യം അവന് ഓർമ്മയില്ല. അതല്ല അച്ഛൻ, ഞാൻ ഇവിടെ വെച്ചു എന്നാണ് എന്നൊക്കെ പറയുമ്പോൾ കുടി ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ബുദ്ധിയും ശക്തിയും എല്ലാം കുറയ്ക്കും. അവസാനം നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാക്കും. ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലാവുന്നില്ലേ സച്ചി. ഇനി സച്ചി ഇതുപോലെ കുടിച്ചിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ വീട്ടിനുള്ളിൽ കയറണ്ട, പുറത്ത് കിടന്ന് ഉറങ്ങിയാൽ മതി. രേവതി, നീയാണ് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുകയാണേ. എന്നിട്ട് അവനെ തിരുത്തണം. ആര്, ഇവളോ? ഇവള് വിചാരിക്കും അവൻ അങ്ങനെ കുടിച്ചിട്ട് വന്നോട്ടെ എന്ന്. അങ്ങനെയാകുമ്പോഴാണല്ലോ അവള് വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കുക. നിന്റെ അടുത്ത് ചന്ദ്രയെ ആരെങ്കിലും ഇപ്പൊ അഭിപ്രായം ചോദിച്ചോ? രേവതി, ഇവനെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ തിരുത്തില്ല. ഇനി ഇവൻ കുടിച്ചിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോർ തുറക്കണ്ട. നീ എന്തായാലും സ്റ്റഡി ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ഇവൻ എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് കേട്ട രേവതിയാണെങ്കിൽ ശരി അച്ഛ, അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ചാവി എന്തായാലും ഉള്ളിലുണ്ടാവും, ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ രേവതി കൊണ്ടുവച്ചിരിക്കുന്ന ആ ചാവി എടുത്തിട്ട് പുറത്തേക്ക് വരുവാണേ. ചാവി ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ.
അവിടെ വെച്ച് മറന്നിട്ടുണ്ടാകും. രേവതിയുടെ കയ്യിൽ നിന്നും ചാവി അങ്ങ് പിടിച്ചു വാങ്ങിയിട്ട് ഇന്നലെ രാത്രി ഞാൻ കിച്ചന്റെ പരിസരത്തേക്ക് വന്നിട്ടില്ല എന്ന് പറയണേ. നീ സ്വബോധത്തിലിരുന്നാൽ മാത്രമല്ലേ നിനക്ക് ആ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവുള്ളൂ. ഇന്ന് നീ ചാവി മറന്നു, നാളെ നീ കാറ് മറന്നിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഇതെല്ലാം എവിടെയാണോ ചെന്നിട്ട് അവസാനിക്കാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് രവി അവിടുന്ന് എഴുന്നേറ്റ് പോവാണേ. ഉടനെ തന്നെ കാലിപ്പോട് കൂടിയിട്ട് സച്ചി അങ്ങ് അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട് രേവതിയുടെ അടുത്തേക്ക്. ചെന്ന ഉടനെ തന്നെ ഞാൻ ഇന്നലെ അത്ര ബോധമില്ലാതെയൊന്നും വന്നതല്ല. ഞാൻ ഇന്നലെ കിച്ചന്റെ പരിസരത്തേക്ക് വന്നിട്ടില്ല. എനിക്ക് ഭക്ഷണം വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ കിടന്നുറങ്ങി. ചുമ്മാ നീ കള്ളം പറയണ്ട. അത്രയും കേട്ടിട്ട് രേവതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. മനസ്സിലായി ചാവി നീയാണ് എടുത്തു വെച്ചതെന്ന്. ഞാൻ കുടിച്ചിട്ടാ വന്നതെന്നുള്ള കാര്യം നിനക്ക് അച്ഛനെ അറിയിക്കണം, അതിനു വേണ്ടിയിട്ടല്ലേ. എന്തായാലും നന്നായിട്ടുണ്ട്. ഞാൻ ഒരിക്കലും നിങ്ങളെ ഒറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ല. നാളെ മുതൽ നിങ്ങൾ കുടിച്ചിട്ട് വരരുത്, അതിനു വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ശരീരത്തിന് അത് കേടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരീരം എന്തെങ്കിലും ആവട്ടെ, എന്റെ ഭാര്യ എന്റെ വാക്ക് കേൾക്കില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എന്റെ മനസ്സ് ഉടഞ്ഞു പോയി. ഇനിയിപ്പോ ശരീരം എന്തായാലും എന്താ കുഴപ്പം എന്ന് പറഞ്ഞ് സച്ചി അങ്ങ് പോവാണേ. തുടർന്ന് സച്ചി ഷെഡിലെത്തിയതിനു ശേഷമാണ് കേട്ടോ കാണിക്കുന്നത്. കാറിന്റെ അടുത്ത് ഇങ്ങനെ ആൾ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇന്നെന്താ സച്ചി ട്രിപ്പ് ഒന്നും വന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട് മഹേഷ്. ട്രിപ്പൊക്കെ വന്നു, 2 എനിക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാറ്റി കൊടുത്തു. അതെന്താ മാറ്റി കൊടുത്തത്? ഒരു ട്രിപ്പ് പോലും ക്യാൻസൽ ആവാതെ എല്ലാം എടുത്തിട്ട് പോകുന്ന ആളാണല്ലോ നീ. ഇപ്പൊ നിനക്ക് എന്ത് പറ്റി? എന്തോ എനിക്ക് പോകാൻ വേണ്ടി തോന്നിയില്ല. അല്ല സച്ചി, നീയല്ലേ റൂം കെട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്? ഓ, ആ റൂമൊക്കെ കെട്ടിയിട്ട് ഇനിയിപ്പോ എന്തുണ്ടാക്കാനാന്ന് ചോദിക്കുന്നുണ്ടേ. നീ എന്ത് വർത്താനാ സച്ചി പറയുന്നത്? നീയും അതുപോലെ തന്നെ സിസ്റ്ററും കൂടി ചേർന്നിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണം ചേർക്കുന്നത് അതിനു വേണ്ടിയിട്ടല്ലേ? പിന്നെ അവളുടെ ശബ്ദത്തിന്റെ പേരിലാണ് ഞാൻ നിൽക്കാതെ ഓടിക്കൊണ്ടിരുന്നത്. എന്നിട്ട് എന്താ കാര്യം? അവക്ക് എന്നെ എന്തെങ്കിലും ഒരു വിലയുണ്ടോ? ഇപ്പോഴും നീ ആ ശരത്തിന്റെ കാര്യം പറഞ്ഞിട്ട് പിടിച്ചോണ്ടിരിക്കുകയാണോ? അവള് പോയിരിക്കുന്നത് അവളുടെ അനിയന്റെ ബർത്ത്ഡേക്കാണ്. അത് നീ ഇത്ര വലിയ കുറ്റമായിട്ട് എടുക്കുന്ന കാര്യം എന്താണ്? എടാ, അവൻ എന്തെല്ലാം പഠിക്കാൻ പോകുന്നെന്നുള്ള കാര്യം നിനക്കറിയാലോ. അവൻ എനിക്ക് ഒരു മര്യാദ പോലും തരുന്നില്ല. അവൻ എന്തെല്ലാം കാര്യങ്ങളിലാണ് ചുറ്റിക്കറങ്ങുന്നതെന്നുള്ള കാര്യമൊക്കെ നിനക്ക് അറിഞ്ഞൂടെ? ഞാൻ ഇവള് പറയുന്നത് കേട്ടിട്ട് റൂം കെട്ടുകയും സ്വർണം മേടിക്കാൻ വേണ്ടിയിട്ട് ചുറ്റിക്കറങ്ങണം എന്നാ അവൾക്ക് എന്റെ മേലെ എന്ത് മര്യാദയാണോ ഉള്ളത്? എടാ, എന്ന് കരുതിയിട്ട് ട്രിപ്പ് എല്ലാം ക്യാൻസൽ ചെയ്യാണോ ചെയ്യുന്നത്? ദേഷ്യം വരും പോകും. എന്നാൽ ട്രിപ്പ് അതുപോലെയല്ല. വന്നിട്ട് അതിനകത്ത് പോയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ആ ട്രിപ്പ് വരണമെന്നില്ല. അങ്ങനെ രണ്ടുപേരും കൂടി സംസാരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് കേട്ടോ അങ്ങോട്ടേക്ക് ലക്ഷ്മി അതുപോലെ തന്നെ ദേവും കൂടി ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത് കാണുന്നത്. അവരെ കണ്ടോടെ തന്നെ മഹേഷ് ചോദിക്കുന്നുണ്ട് കേട്ടോ, അല്ല അവരെന്തിനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നുള്ള കാര്യം. അവള് ദൂതിന് വേണ്ടിയിട്ട് അയച്ചതായിരിക്കും. പാവം അവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ജോലിയും വിട്ടിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് അവൾ അയച്ചതായിരിക്കും. എന്തായാലും ഞാൻ ട്രിപ്പ് ഉണ്ട് പോവാണെന്ന് പറഞ്ഞ് സച്ചി പോകുന്ന സമയത്ത്, എടാ സച്ചി, നീ എങ്ങോട്ടാ പോകുന്നത്? അവര് നിന്നെ കാണാൻ വേണ്ടിയിട്ടല്ലേ വന്നിരിക്കുന്നത്. നീ അവിടെ നിക്കടാ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തുവാണേ മഹേഷ്. സച്ചിയെ കണ്ട ഉടനെ തന്നെ ദേവ് പറയുന്നുണ്ട്, സച്ചേട്ടൻ ഇവിടെ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല, വന്നതാണ്. സച്ചേട്ടൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല എന്ന് പറയുമ്പോൾ ഞാനത് കണ്ടില്ല. അല്ല ദേവു, നീ എന്താ ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ലെന്ന് ചോദിക്കുമ്പോൾ ഇനി പോണം. അമ്മ എന്താണ് കടയിൽ പോവാതെ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇനി കടയിലേക്ക് പോണം മോനെ. മോനെ കണ്ടിട്ട് സംസാരിച്ചിട്ട് പോവാന്ന് കരുതി. നിങ്ങളുടെ മകള് ഇങ്ങോട്ട് അയച്ചതായിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ സച്ചി മോനെ, രേവതിക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് പോലും അറിയില്ല. സച്ചി മോനെ ഇപ്പോഴും രേവതിയോട് ദേഷ്യമാണല്ലേ? അയ്യോ അമ്മേ, ഞാന് ദേഷ്യപ്പെടാൻ ആരാണ്? ഞാൻ വെറും ഒരു സാധാരണ ഡ്രൈവർ അല്ലേ. സച്ചിമോനെ, നിന്റെ ദേഷ്യത്തെ കുറിച്ചൊക്കെ എനിക്ക് മനസ്സിലാകും. ഞാനാണ് അവളെ നിർബന്ധിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞത്. ശരത്താണെന്നുണ്ടെങ്കിൽ അവള് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവന് ഒരു പരിപാടിയും വേണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു. അതുകൊണ്ടാണ് രേവതി വന്നത്. സച്ചേട്ടാ, ചേച്ചി കുറച്ചു നേരം നിന്നിട്ട് പോവാന്നുള്ള കാര്യം പറഞ്ഞതാണ്. കുറച്ചു നേരം ആയാലും കുറെ നേരം ആയെങ്കിലും ഞാന് വേണ്ട എന്ന് പറഞ്ഞിട്ടും അവൾ അങ്ങോട്ട് വന്നു. അപ്പോ എന്റെ വാക്കിന് ഒരു വിലയില്ലാതെ ആയില്ലേ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. രേവതിക്ക് സച്ചിയുടെ മേലെ മര്യാദ ഇല്ലാന്നൊന്നും ഒരിക്കലും പറയരുത്. രേവതിക്ക് ഒരിക്കലും അവളുടെ അനിയനെ വിട്ടുകൊടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ചെറുപ്പം മുതലേ അവളാണ് ഇവർ രണ്ടുപേരെയും നോക്കിയത്. ഞാനും അതുപോലെ രേവതിയുടെ അച്ഛനും ജോലിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അവളാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. പിറന്നാൾ ദിവസം ശരത്തിന്റെ മനസ്സ് വേദനിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവൾ അങ്ങോട്ടേക്ക് വന്നത്. ഓ, അങ്ങനെയാണല്ലേ. അനിയന്റെ മനസ്സ് വേദനിക്കാൻ വേണ്ടി പാടില്ല, പക്ഷെ ഭർത്താവിന്റെ മനസ്സ് വേദനിക്കാം അല്ലേ? ഒരിക്കലും രേവതി സച്ചിമോനെ അങ്ങനെയൊന്നും വിചാരിക്കില്ല. അവൾക്ക് വേറെ വഴി അറിയാത്തത് കൊണ്ടാണ്. സച്ചിമോൻ ഒരിക്കലും രേവതിയുടെ അടുത്ത് ദേഷ്യം കാണിക്കരുത്. വേണമെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് മാപ്പ് പറയാന്ന് പറയുമ്പോൾ അമ്മ എന്തിനാണ് എൻ്റെ അടുത്ത് മാപ്പ് ചോദിക്കുന്നത്? ഇത് നോക്ക് അമ്മേ, ഞാൻ ഒരിക്കലും നിങ്ങളുടെ മകള് നിങ്ങളുടെ വീട്ടിലേക്ക് വിശേഷങ്ങൾക്കൊന്നും വരരുതെന്നുള്ള കാര്യം ഞാൻ പറയാറില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? ദേവു, നീ തന്നെ പറ. അറിയില്ല എന്ന് ദേവു പറയുന്ന സമയത്ത് അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്നുള്ള കാര്യം ആർക്കും അറിയില്ല.
നിങ്ങളുടെ ശരത്താണെന്നുണ്ടെങ്കിൽ റൗഡികളുടെ കൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിലും ഞാനും അവനും തമ്മിൽ എന്താണ് പ്രശ്നം? അവനെന്താ എന്റെ ശത്രു മറ്റുമാണോ? അവൻ ചെയ്യുന്ന തെറ്റുകളൊന്നും കാണാതെ നിങ്ങൾ അവന്റെ പിറന്നാൾ ആഘോഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ എങ്ങനെയാണ് തിരുത്തുക? ഈ കാര്യം നിങ്ങളുടെ മകൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്തുകൊണ്ടാണ് പോണ്ടെന്നുള്ള കാര്യം പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും വീട്ടിലുള്ള ഒരാള് അതിനെ ചോദ്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവൻ എങ്ങനെയാണ് തിരുത്തുക? സച്ചിമോനെ, അവൻ ചെറിയ പയ്യനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങൾ മാത്രമേ പറയുള്ളൂ. അവൻ ചെയ്യാത്ത പണികളില്ല. അവൻ എന്തായാലും മാറാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ ഞാൻ എന്തിനാ വെറുതെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? അയ്യോ സച്ചിമോനെ, അങ്ങനെയൊന്നും പറയരുത്. അവൻ തെറ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും സച്ചിമോനുണ്ട്. അവൻ തെറ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മോൻ എന്ത് വേണമെങ്കിലും ചോദിച്ചോ എന്ന് പറയുമ്പോൾ അയ്യോ അമ്മേ, ഞാൻ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്? അവൻ വലിയ ആളല്ലേ. അവൻ എന്തായാലും ആര് പറഞ്ഞു കഴിഞ്ഞാലും മാറാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ നിങ്ങളുടെ മകൾ എന്താണ് ചെയ്തിരിക്കുന്നത്? എനിക്ക് മര്യാദ ഇല്ലാത്തടത്തേക്ക് അവള് ഞാൻ പോകണ്ട എന്ന് പറഞ്ഞിട്ടും പോയി. അതല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങളുടെ മകന്റെ പിറന്നാൾ ആഘോഷത്തിന് ഞാൻ വരരുതെന്നുള്ള കാര്യം ശരത്ത് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണേ. അത് മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി ഉരുണ്ട് കളിക്കുന്ന സമയത്ത് പറഞ്ഞു. അവനെന്തോ ബുദ്ധിയില്ലാതെ എന്തോ പറഞ്ഞതാണ് സച്ചിമോനെ. അവന് ഒരുപാട് നാളായിട്ട് ബുദ്ധി പോയി കിടക്കുവാണ് അമ്മേ. നിങ്ങളുടെ മകൻ പറഞ്ഞു ഞാൻ അവിടേക്ക് വരരുത് എന്ന്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരില്ല. എനിക്ക് മതിപ്പില്ലാത്തടത്തേക്ക് ഞാൻ വരില്ല. എനിക്ക് മര്യാദ ഇല്ലാത്തടത്തേക്ക് എന്റെ ഭാര്യ എങ്ങനെയാണ് പോകുന്നത്? അതും ഞാൻ പോകരുതെന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവൾ അവിടെ പോയിട്ട് ആഘോഷിച്ചിരിക്കുന്നു. അപ്പോൾ എന്റെ മനസ്സ് എന്തോരം വേദനിച്ചു. അങ്ങനെ കാണുന്ന സമയത്ത് എന്റെ മനസ്സ് എന്തോരം വേദനിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും ദേഷ്യം വരില്ലേ? സച്ചിമോനെ, നിന്റെ ദേഷ്യം ന്യായം തന്നെയാണ് എന്ന് കരുതിയിട്ട് രേവതിയെ മാറ്റി നിർത്തിയിട്ട് സംസാരിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? രേവതിക്ക് സച്ചി അല്ലാതെ പിന്നെ വേറെ ആരാണുള്ളത്? അവൾക്ക് ഇപ്പം അവളുടെ അനിയനാണല്ലോ പ്രധാനം. സച്ചിയേട്ടാ, ചേച്ചി എന്ത് ചെയ്യാനാണ്? ചേച്ചിക്ക് സച്ചേട്ടനും വേണം, അതുപോലെ ശരത്തും വേണമെന്ന് വിചാരിക്കുന്നു. ഇല്ല, അവള് എന്നെ വേണ്ടെന്നാ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ അവള് എന്റെ വാക്ക് മേരി പോവായിരുന്നോ? അത് തെറ്റല്ലേ? ഒരിക്കലും രേവതി ചേച്ചി സച്ചേട്ടന് വേണ്ടെന്നുള്ള കാര്യം മനസ്സിൽ പോലും വിചാരിക്കില്ല. അത് ദേവു നീ മാത്രമേ പറയുള്ളൂ. നമ്മള് ഒരാളെ വേണം, അവരെ ഇഷ്ടമാണ് എന്നൊക്കെ വായാലെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഒരാൾ പ്രവൃത്തിയിൽ എന്ത് ചെയ്യുന്നോ അതാണ് പ്രധാനപ്പെട്ട കാര്യം. അവള് എന്റെ വാക്ക് മേരി പോയിട്ട് അവൾ ഏത് സ്ഥാനത്താ എന്നെ വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കാണിച്ചില്ലേ? ഇല്ല സച്ചിമോനെ, അങ്ങനെയൊന്നുമില്ല. ഞങ്ങളാണ് അവളെ കട്ടായപ്പെടുത്തിയിട്ട് വരാൻ വേണ്ടി പറഞ്ഞത്. ഞങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാന്ന് പറയുമ്പോഴേക്കും ദേവും സോറി സച്ചേട്ടാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു തെറ്റും ചെയ്യാതെ നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുത്ത് മാപ്പ് ചോദിക്കുന്നത്? ദേവു, നീ പോയിട്ട് നിന്റെ ജോലി ചെയ്യാൻ വേണ്ടി നോക്ക്. അമ്മ പോയിട്ട് കട തുറക്കാൻ നോക്ക്. ഇതൊക്കെ ഒരു കാര്യമായിട്ട് എന്നെ തേടി വന്നിരിക്കുന്നു. ഇല്ല സച്ചിമോനെ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. അതൊരു ട്രിപ്പാണ്. എനിക്ക് ഒരു ട്രിപ്പ് ഉണ്ട്, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് സച്ചി വേഗം അവിടെ നിന്ന് പോവാണേ. സച്ചിയൊക്കെ പോയതിനു ശേഷം മഹേഷ് പറയുന്നുണ്ട് കേട്ടോ അവരുടെ അടുത്ത്, നിങ്ങൾ എന്തായാലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്ന്. അല്ല, കുറച്ച് നാളായിട്ട് സച്ചിൻ രേവതിയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നല്ല പോലെ പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ കാരണം പ്രശ്നമായി. അങ്ങനെയൊന്നുമില്ല. അവൻ സ്നേഹിക്കുന്ന ആൾക്കാര് അവൻ പറഞ്ഞത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവനൊരു വിഷമം പോലെയാണ്. അവന്റെ വിഷമം അവന് ദേഷ്യത്തോടു കൂടി കാണിക്കാൻ വേണ്ടി അറിയുള്ളൂ. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ശരത്തിനെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അവന്റെ കൂട്ടുകെട്ട് ആകെ മൊത്തം ശരിയല്ല. ആ ദേഷ്യമാണ് സച്ചിക്ക്. ശരി, എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ദേവുവിനെ കൂട്ടി ലക്ഷ്മി അവിടെ നിന്ന് പോവുകയാണേ. തുടർന്ന് കാണിക്കുന്നത് രേവതി ചേച്ചിമാരായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ പ്രശ്നത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് സച്ചി പറഞ്ഞതുപോലെ നീ പോകാൻ വേണ്ടി പാടില്ലായിരുന്നു എന്ന് ചേച്ചിമാരും പറയുമ്പോൾ നിങ്ങൾ എന്താ എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നത്? എന്റെ അനിയന്റെ പിറന്നാളിന് ഞാൻ എങ്ങനെ പോവാതിരിക്കുന്നത്? അവനാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെന്നിട്ടില്ലെങ്കിൽ ആഘോഷമൊന്നും വേണ്ട എന്നുള്ള കാര്യവും പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്യാന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുവാണേ. അപ്പോഴേക്കും രേവതിയുടെ ഫോണിലേക്ക് ലക്ഷ്മി വിളിക്കുന്നുണ്ട്. അമ്മയുടെ കോള് കാണുമ്പോൾ തന്നെ ചേച്ചിമാരുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മയും വല്ലാതെ മനസ്സ് വേദനിച്ചിട്ടുണ്ട് ഇന്നലെ സച്ചേട്ടൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ടിട്ട്. ഇനിയിപ്പോ സച്ചേട്ടനും ഞാനും തമ്മിലുള്ള പ്രശ്നം എന്താ എന്നുള്ള കാര്യം ചോദിക്കാനായിരിക്കും വിളിക്കുന്നത്. എന്താ ഞാനിനി അമ്മയോട് മറുപടി പറയാ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് രേവതി ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. രേവതി നീ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചേച്ചിമാരുടെ കൂടെ കടയിലുണ്ടെന്ന് പറയാണേ. സച്ചി എന്ന് പറഞ്ഞ് ലക്ഷ്മി തുടങ്ങുമ്പോഴേക്കും അമ്മ സച്ചേട്ടന്റെ കാര്യം ദേഷ്യം ആരോ എന്ന് ചോദിക്കുന്നതായിരിക്കും അല്ലേ? അതൊന്നും ഇല്ലാമേ, സച്ചേട്ടന് ഇന്നലെ ദേഷ്യത്തിൽ അങ്ങ് ഇറങ്ങിപ്പോയിന്നുള്ളൂ. പക്ഷെ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ മുതൽ എന്റെ അടുത്ത് നല്ല രീതിയിലാണ് സംസാരിക്കുന്നതെന്നൊക്കെ പറയാണേ. എന്തിനാ രേവതി നീ ഇങ്ങനെ കള്ളം പറയുന്നതെന്ന്? ഞാൻ എന്ത് കള്ളം പറഞ്ഞു എന്ന്? ഞാൻ മോളെ സച്ചിയെ കണ്ടിട്ടാണ് ഇപ്പോൾ വരുന്നത്. അമ്മ സച്ചിയുടെ അടുത്ത് പോയോ? നീ പറയുന്നു സച്ചി ദേഷ്യപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം. പക്ഷേ ഞങ്ങൾ സച്ചിയുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവൻ ദേഷ്യത്തിലാന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. അമ്മ എന്തിനാണ് എൻ്റെ അടുത്ത് ചോദിക്കാതെ അവിടേക്കൊക്കെ പോയത്? അമ്മയെ ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞോ സച്ചേട്ടൻ ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് എന്തിനാടി അവൻ ദേഷ്യപ്പെടുന്നത്? പാവാണ്, അവന്റെ മനസ്സിലുള്ള വിഷമമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എല്ലാത്തിനും കാരണം ആ ശരത്താണ്, അവന്റെ ചീത്ത കൂട്ടുകെട്ട്. സച്ചി ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് ശരത്തിനോടുള്ള സ്നേഹം കൊണ്ടാണെന്നുള്ള കാര്യം ശരത്തിന് മനസ്സിലാവുന്നില്ല. പിറന്നാൾ ദിവസം സച്ചിയും കൂടി വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു. അമ്മേ, എന്താണ് ചെയ്യുക? രണ്ടുപേരും ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുവാണ്. ഇപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക? നീ ടെൻഷനൊന്നും ആവണ്ട രേവതി.
ഞാൻ സച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ ഞങ്ങൾ നിർബന്ധിച്ചത് കൊണ്ടാണ് വന്നത്, നിന്റെ മേലൊരു തെറ്റുമില്ല എന്ന്. എന്തായാലും സച്ചിയും അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുമല്ലോ. സച്ചേട്ടൻ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഫോണിൽ ഒരു ട്രിപ്പ് വന്നത്. അപ്പോൾ ഉടനെ തന്നെ പോയി. അല്ലെങ്കിലും ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ സച്ചേട്ടൻ വേറെ ഒന്നും നോക്കില്ല, വേഗം തന്നെ പോകും. അമ്മ എന്തായാലും ടെൻഷൻ ആവണ്ട, ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് രേവതി ഫോൺ വെക്കുവാണേ. ഫോൺ വെച്ചതിന് ശേഷം സച്ചേട്ടനെ പോയിട്ട് അമ്മ കണ്ടു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചേച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്. അല്ലെങ്കിൽ രേവതി, ഈ ഭർത്താക്കന്മാർ എപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാണ് നമ്മുടെ വീട്ടിലുള്ള അച്ഛനും അതുപോലെ അളിയനും ഒക്കെ എന്തെങ്കിലും ഒരു കുറ്റം എപ്പോഴും ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെ എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. മാത്രമല്ല, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് അത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്തൊരു കാര്യം വരുന്ന സമയത്തും. അതുകൊണ്ട് തന്നെ നമ്മുടെ പക്ഷത്ത് ന്യായം ഉണ്ടെന്നുണ്ടെങ്കിലും അത് നമ്മൾ ഒരു വശത്തേക്ക് ഒതുക്കി വെക്കണം എന്ന് പറയുകയാണേ. അങ്ങനെ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യായം എങ്ങനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക? അതിന് ഒരേ ഒരു വഴിയുള്ളൂ, ഈ പ്രശ്നം കൂടുതൽ വഷളാക്കാതെ അതെങ്ങനെങ്കിലും പരിഹരിക്കാൻ വേണ്ടി നോക്കണം. എൻ്റെ ഭർത്താവ് അടിയുണ്ടാക്കിയിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ദേഷ്യം അടക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിന് അവരുടെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട ഒരു കറീൻ്റെ പേര് പറയുന്നുണ്ട്. അത് ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ തന്നെ സച്ചിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ അത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ദേഷ്യമൊക്കെ താനെ കുറഞ്ഞോടുന്നു. ഇതെന്തായാലും ചേച്ചി നല്ലൊരു ഐഡിയ ആണ്, ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി വേഗം വീട്ടിലേക്ക് പോവാണ്. അതേസമയം നമ്മുടെ സച്ചി ആണെങ്കിൽ ഒരു ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നല്ലോ. അതൊരു സ്ത്രീയാണ് കേട്ടോ, ഒരു സിംഗിൾ ലേഡി. ആ ലേഡി ആണെന്നുണ്ടെങ്കിൽ കാറിൽ കയറിയത് മുതൽ ഭയങ്കര കരച്ചിലാണ്. സച്ചിക്ക് അങ്ങനെ കരയുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. കാര്യം അന്വേഷിക്കുന്ന സമയത്ത് മറ്റൊന്നുമല്ല, ആ സ്ത്രീയുടെ ഭർത്താവും അതുപോലെ തന്നെ ആ സ്ത്രീയുടെ അനിയനും കൂടി തമ്മിൽ, രണ്ട് അളിയനും തമ്മിൽ പണ്ട് മുതലേ എന്തോ ഒരു ചെറിയൊരു കാര്യത്തിന്റെ പേര് പറഞ്ഞിട്ട് അടി തുടങ്ങിയതാണ്. അതിനുശേഷം ഭർത്താവ് പറഞ്ഞു, ഇനി ഒരിക്കലും അവൾ അവളുടെ വീട്ടിലേക്ക് പോകാൻ പാടില്ല, അവളുടെ ഏട്ടനുമായിട്ട് യാതൊരുവിധ ബന്ധവും പാടില്ല എന്ന്. അന്നൊക്കെ ഭർത്താക്കന്മാർ പറയുന്നത് തന്നെ അനുസരിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് യാതൊന്നും എതിർത്ത് പറയാൻ വേണ്ടി പറ്റാത്തൊരു അവസ്ഥയാവുകയാണ്. അങ്ങനെ വർഷങ്ങളായിട്ട് ഈ ഏട്ടനും അതുപോലെ പെങ്ങളും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല കേട്ടോ. എന്നാൽ ഇപ്പോൾ 4-5 ദിവസമായിട്ട് അവര് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, സ്വന്തം ഏട്ടൻ. പക്ഷേ പോയി കാണട്ടെ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് ഞാനും അയാളും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ലാത്തത് കൊണ്ട് തന്നെ പോവണ്ട കാണാനേ എന്നുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. എന്നാൽ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വാക്ക് മേറിയിട്ട് അവസാനമായിട്ട് ഒന്ന് ഏട്ടനെ കാണാൻ വേണ്ടിയിട്ടുള്ള കൊതിയുണ്ട്. ഇനിയിപ്പോൾ താൻ കാണാതെ എങ്ങാനും ഏട്ടൻ മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു തീരെ ദുഃഖമായിട്ട് മാറുമല്ലോ. അതുകൊണ്ട് ഭർത്താവ് അറിയാതെ വണ്ടി വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് ഏട്ടനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അവരാണ് ഈ സച്ചിയുടെ വണ്ടിയിൽ കയറിയിരിക്കുന്നത്. ആ ചേച്ചി കരയുന്നത് കാണുമ്പോൾ സച്ചി ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യമൊക്കെ അവർ പറയാൻ മടിക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് കാര്യങ്ങളെല്ലാം തുറന്ന് പറയാനാണ് ചെയ്യുന്നത്. ഇപ്പൊ ഭർത്താവിനോട് പറയാതെ പോകുന്നതെന്നുള്ള കാര്യം ആ ചേച്ചി പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇതിനി വലിയൊരു പ്രശ്നമാവില്ലേ എന്ന് ചേച്ചിയുടെ അടുത്ത് സച്ചി ചോദിക്കുന്നുണ്ട്. എൻ്റെ ഏട്ടനെ എനിക്ക് കാണാൻ വേണ്ടി പറ്റില്ലേ? ഭർത്താവിനും അതുപോലെ തന്നെ എൻ്റെ ഏട്ടനും ഇടയിൽ ഞാനാണ് കുടുങ്ങി കിടക്കുന്നത്. ഒരിക്കലും ഒരു പെണ്ണായിട്ട് പിറക്കാൻ വേണ്ടി പാടില്ലായിരുന്നു എന്ന് ആ ചേച്ചി ഭയങ്കര സങ്കടത്തോടു കൂടി പറയുന്ന സമയത്ത് സച്ചിയുടെ മനസ്സിലേക്ക് രേവതി ഇന്നലെ കുടിച്ചിട്ട് സച്ചി സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരിക്കലും പെണ്ണായിട്ട് ജനിക്കാൻ വേണ്ടി പാടില്ലായിരുന്നു എന്ന്. ആ വാക്കുകളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് കയറി വരുവാണ് കേട്ടോ. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് സച്ചി ചോദിക്കുമ്പോൾ, പിന്നെ അല്ലാതെ ഞാൻ എന്താ മോനെ പറയേണ്ടത്? ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് കൂടപ്പറപ്പുകൾ ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യം ഭർത്താക്കന്മാര് വിചാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ വാക്ക് കേൾക്കാതെ ധിക്കരിച്ചു പോകുന്നവളാണെന്നുണ്ടെങ്കിൽ മോശപ്പെട്ട സ്ത്രീയാണെന്നുള്ള കാര്യം എല്ലാവരും പറയും. കഴുത്തിൽ താലി എന്ന് പറയുന്ന ഒരു കാര്യം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൂടെ പിറന്നവരും അച്ഛനും അമ്മയും എല്ലാവരും ഒഴിവാക്കണം എന്നാണോ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഇല്ല ചേച്ചി, അങ്ങനെ ഒരിക്കലും ഇല്ല എന്ന് സച്ചി പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് മോനെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ. എന്തായാലും മോനെ, നിന്റെ ഭാര്യ ഭാഗ്യം ചെയ്തവളാണ്. നീ അടുത്തവരെ പ്രശ്നങ്ങൾ ചോദിക്കുന്നു, നിനക്ക് മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാകുന്നു. ജനിച്ച വീടെല്ലാം വിട്ടിട്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിലേക്ക് വരും. എന്നാൽ ഭർത്താവ് ജീവിതാവസാനം വരെ അവരുടെ വീട്ടിൽ തന്നെയല്ലേ നിൽക്കുന്നത്. കുടുംബവും എല്ലാവരും കൂട്ടത്തോടു കൂടി നിൽക്കുന്നതല്ലേ സന്തോഷം. അങ്ങനെ ആ ചേച്ചി ഭയങ്കരമായിട്ട് അവരുടെ വിഷമങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ സച്ചിക്കും വല്ലാതെ മനസ്സലിയുന്നുണ്ട്. അങ്ങനെ ട്രിപ്പ് കൊണ്ടുവിട്ടതിന് ശേഷം വീണ്ടും ഷെഡിലേക്ക് വരുന്നുണ്ട്. സച്ചിയുടെ നിപ്പ് കാണുന്ന സമയത്ത് മഹേഷ് കാര്യം അന്വേഷിക്കുന്നുണ്ട്. മനസ്സ് ഒട്ടും ശരിയല്ല. എടാ, ഈ ഒരു ചെറിയ കാര്യത്തിന് നീ ഇത്രയും ഫീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് മാത്രമാണോ? ഭാര്യ ഉണ്ടായിട്ട് അടിയുണ്ടാക്കി വന്നതിന് ശേഷം അവളുടെ അമ്മയും അനിയത്തിയും കൂടി അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നു. എന്നാൽ അവരുടെ വാക്ക് പോലും കേൾക്കാതെ നീ ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഓടിപ്പോവല്ലേ ചെയ്തത്? അതെല്ലാം തെറ്റ് തന്നെയാണെടാ. പക്ഷേ ഞാൻ ആ ചേച്ചി പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഏത് ചേച്ചി പറഞ്ഞെന്നുള്ള കാര്യം മഹേഷ് ചോദിക്കുന്നുണ്ട്. ഞാനൊരു ട്രിപ്പാണെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയിട്ടില്ലായിരുന്നോ? അത് ഒരു ചേച്ചിയായിരുന്നു. ആ ചേച്ചിയുടെ ഹസ്ബൻഡും അതുപോലെ തന്നെ ആ ചേച്ചിയുടെ ആങ്ങളെയും തമ്മിൽ പ്രശ്നമായതുകൊണ്ട്
കൊണ്ട് തന്നെ ചേച്ചിയുടെ അടുത്ത് ആങ്ങളെ പോയി കാണരുത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു ഒരുപാട് വർഷമായിട്ട് അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇപ്പോൾ സുഖമില്ലാതെ അവർ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നുള്ള കാര്യം അറിഞ്ഞ് ആ ചേച്ചി ഹസ്ബൻഡ് അറിയാതെ പോവുകയാണ്. അത് മാത്രമല്ല, കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയടാ. സച്ചി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഇങ്ങനെ ഭാര്യയുമായിട്ട് അടിയുണ്ടാക്കിയിട്ട് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് നിനക്ക് പറ്റുമോടാ? ജീവിതാവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് ഭാര്യ മാത്രമാണടാ. എടാ, നീ ഇപ്പോൾ എൻ്റെ ഭാര്യയെ കുറിച്ച് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവള് ഞാനുമായിട്ട് ഉണ്ടാക്കാത്ത അടിയില്ല എന്ന് കരുതിയിട്ട് അവളുമായിട്ട് മിണ്ടാതെയാണോ ഞാൻ ഇരിക്കുന്നത്? ഇതെല്ലാം എല്ലാവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യം തന്നെയാണ്. നീ ആദ്യം പോയിട്ട് രേവതി എടുത്ത് സംസാരിക്കേ. എടാ, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവള് എന്റെ വാക്ക് കേൾക്കാത്തല്ലേ പോയെന്നുള്ള കാര്യം ചോദിക്കുമ്പോ, എടാ ചുമ്മാ സച്ചി, നീ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഇപ്പൊ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ? ശരത്ത് ശരിയല്ല, അവനും നീയും തമ്മിൽ പ്രശ്നമായതുകൊണ്ട് അതുകൊണ്ട് നീ അവളുടെ വീട്ടിലേക്ക് പോകണ്ട എന്നുള്ള കാര്യം പറഞ്ഞു. നീ ഇപ്പൊ നിന്റെ വീട്ടിലത്തെ കാര്യം ഒന്ന് എടുത്തു നോക്ക്. വീടൊന്നും എടുക്കാൻ വേണ്ടി പറ്റില്ലടാ, അത് അമ്മയുടെ ആന്ന് പറയുന്നുണ്ടേ. എടാ, ഞാൻ പറയുന്നൊന്നും നീ കേക്ക്. എടാ, നിന്റെ വീട്ടിലെ ഏട്ടനുണ്ടല്ലോ സുധി, അവൻ എന്തെല്ലാം പണിയെല്ലാം ഒപ്പിച്ചിട്ടുണ്ട്. അവനുമായിട്ടല്ലായിരുന്നോ രേവതിയുടെ ആ നിശ്ചയം നടന്നിട്ടുണ്ടായിരുന്നത്? കല്യാണത്തിന്റെ സമയത്ത് അവൻ ഓടിപ്പോയി എന്ന് കരുതിയിട്ട് എന്റെ ഏട്ടന്റെ അടുത്ത് നീ സംസാരിക്കരുതെന്നുള്ള കാര്യം രേവതി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിന്റെ അച്ഛന്റെ 50 ലക്ഷം രൂപ എടുത്തിട്ടല്ലേ സുധി അന്ന് ഓടിപ്പോയിട്ടുണ്ടായിരുന്നത്? അവന്റെ നല്ലതിനും ചീത്തതിനും നീ പോരുതെന്നുള്ള കാര്യം അവൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവന്റെ കല്യാണത്തിന് നീ പോയിട്ടില്ലായിരുന്നോ? അവള് പോണ്ടെന്നുള്ള കാര്യം പറഞ്ഞോ? ഇപ്പോ നിന്റെ ഏട്ടൻ ഒരു കട നടത്തുന്നുണ്ടല്ലോ, അത് നീയല്ലേ എടുത്തു കൊടുത്തത്? അതിന് എപ്പോഴെങ്കിലും അവള് അത് ചെയ്യണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇപ്പം തന്നെ നീ നോക്ക്, നിന്റെ ഭാര്യയുടെ സ്വർണ്ണം എടുത്തിട്ടല്ലേ അവൻ കൊണ്ടുപോയിട്ട് വിറ്റത്? അത് എത്ര വലിയ തെറ്റാണ്. അതിന് എപ്പോഴെങ്കിലും രേവതി നിന്റെ ഏട്ടൻ്റെ അടുത്ത് സംസാരിക്കരുതെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടോ? അത് മാത്രോ, നിന്റെ അമ്മ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ട് രേവതിയെ വേദനിപ്പിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നിന്റെ അടുത്ത് വന്നിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ അമ്മയുടെ അടുത്ത് സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നിന്റെ കുടുംബത്തിന്റെ നല്ലതായാലും ചീത്തതാണെങ്കിലും അവൾ ഒരുമിച്ച് തന്നെ നിൽക്കുന്നില്ലടാ. പിന്നെ നിനക്ക് മാത്രം എന്താ ഇത്ര പ്രശ്നം? അവളുടെ അനിയനെ കാണരുത്, മിണ്ടരുത് എന്നൊക്കെ നീ എന്തിനാ കണ്ടീഷൻ ഇടുന്നത്? എന്താണ്, നമ്മള് ആണുങ്ങളായതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഭാര്യ കേൾക്കണം, അങ്ങനെയാണോ നീ പറഞ്ഞു വരുന്നത്? എടാ, ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളാണോ എന്ന് സച്ചി ചോദിക്കണേ. പിന്നെ എന്തിനാണ് നീ ആവശ്യമില്ലാതെ ദേഷ്യം പിടിക്കുന്നത്? ഒരിക്കലും രേവതി നിന്റെ കുടുംബം അവളുടെ കുടുംബം എന്ന് വേർതിരിച്ചിട്ട് കണ്ടിട്ടേ ഇല്ലല്ലോ. നിന്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ അവളെ സ്വന്തം മകളെ പോലെയല്ലേടാ കാണുന്നത്. നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഇത്രയ്ക്കൊന്നും ചിന്തിച്ചില്ലടാ മഹേഷ്. അല്ലെങ്കിലും സച്ചി, നിന്റെ പ്രശ്നം അത് തന്നെയല്ലേ? നീ ഓരോന്ന് ചിന്തിക്കാതെ ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടും. ഇത് നോക്ക് സച്ചി, നിനക്ക് നല്ലൊരു ഭാര്യയാണ് കിട്ടിയിരിക്കുന്നത്. അവള് വന്നതിന് ശേഷമല്ലടാ നിനക്കും ഉത്തരവാദിത്തമൊക്കെ ഉണ്ടായത്. റൂം കെട്ടണമെന്ന് പറയുന്നു, ഇപ്പൊ 2 കാറും വെച്ചിരിക്കുന്നു. ഇതൊക്കെ ആര് കാരണമാണടാ? നിന്റെ ഗൗരവമാണ് അവൾ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചെയ്യാത്ത തെറ്റിന് നീ രേവതിയെ വെറുതെ ശിക്ഷിക്കുകയാണെന്ന് പറയുമ്പോൾ, അപ്പോൾ എന്റെ വാക്ക് മേറിയിട്ട് അവൾ പോയത് തെറ്റല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിനക്കും ശരത്തിനും ഇടയിലുള്ള പ്രശ്നം വേറെയാണ് സച്ചി. അവൻ ചെയ്ത തെറ്റുകളെല്ലാം രേവതി അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്നേക്കാൾ ദേഷ്യപ്പെടുന്നത് അവളായിരിക്കും. പക്ഷെ അവളുടെ മനസ്സ് വേദനിക്കരുതെന്ന് വിചാരിച്ചിട്ടില്ലേ നീ ആ കാര്യമൊന്നും അവളുടെ അടുത്ത് പറയാണ്ടിരിക്കുന്നത്? ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് രേവതി ആണെങ്കിൽ അവനെ വിശ്വസിക്കുന്നത്. ഈ പ്രശ്നമൊക്കെ ഒരു ദിവസം ശരിയാവും സച്ചി. പക്ഷെ ഇത് കാരണമായിട്ട് വെച്ചിട്ട് നീ രേവതിയുടെ അടുത്ത് സംസാരിക്കാതിരിക്കുന്നതും അടിയുണ്ടാക്കുന്നതും ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല സച്ചി. ശരി തന്നെയാണ്, നീ പറഞ്ഞ കാര്യവും ശരിയാണ്. ആ ഓടിപ്പോയവൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു തവണ പോലും രേവതി അവനടുത്ത് മിണ്ടരുതെന്നോ അവന് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യരുതെന്നോ എൻ്റെ അടുത്ത് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. എൻ്റെ അമ്മയും അവളെ ചീത്ത വിളിക്കും, പക്ഷെ അവൾ എല്ലാ കാര്യവും എന്നിൽ നിന്ന് മറയ്ക്കും. എടാ, നിനക്ക് തന്നെ ആ കാര്യങ്ങളൊക്കെ അറിയില്ലേ? നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും അനുസരിച്ചിട്ടല്ലേ അവൾ പോകുന്നത്. പിന്നെ നിനക്ക് മാത്രം എന്താടാ പ്രശ്നം? പോയിട്ട് അവളുടെ അടുത്ത് സംസാരിക്കുക. ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ വഷളാക്കാൻ വേണ്ടി നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പറഞ്ഞു വിടുവാണ്.